ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പപ്പായ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. സിമ്പിളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനാൻ. കുട്ടികൾക്ക് പോലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കെപ്പോഴും പപ്പായയൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടും അല്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്യുക. സിമ്പിളാണ്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, ഒരു 10 മിനിറ്റൊന്നും വേണ്ട. 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞത് നമുക്ക് പപ്പായൊക്കെ കട്ട് ചെയ്യാനും എല്ലാത്തിനും കൂടി എടുക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. പപ്പായ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക, ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പപ്പായ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താ ഞാൻ എടുത്തിരിക്കുന്ന പപ്പായയുടെ ഒരു കാൽമുറി പോലും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. കുറച്ച് മതിയായി, ഒരു 1-1.25 പിടി അത്രയും മതിയാവും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് വേണം. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കാം. കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. പപ്പായയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട. ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അളവ് മതിയാവും. നല്ല ചെറിയ പപ്പായൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു അരമുറിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. കടുകിട്ട് പൊട്ടിക്കുമ്പോഴേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായയുടെ കൂട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചതച്ചതാണ്. കുറച്ച് കടുകിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. 1/4 ടീസ്പൂൺ മതിയാവും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ചിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, ഒരു 3-4 ചെറിയുള്ളി എല്ലാം കൂടെ ചേർത്തിട്ട് അധികം വെള്ളം ഒഴിക്കാതെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് 2 വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ പപ്പായ ചേർത്ത് കൊടുത്ത് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കി വെച്ച് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ ഒന്ന് വെന്ത് വരുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം, ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായി പോകും നമ്മുടെ കറി. ഇനി ഇതിൽ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് തിക്കാക്കി എടുക്കണം. ആ തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കഴിയുന്ന സമയത്ത് കുറച്ചൊന്ന് തിക്കാക്കി എടുക്കണം കേട്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് ജസ്റ്റ് ഒന്ന് കട്ടയുടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള തൈര് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ലൂസാക്കി എടുക്കാം. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു സ്വല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഒരു 1-2 നുള്ളു മതിയാവും. തൈര് ആകുമ്പോൾ പുളി ഉണ്ടല്ലോ, ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർക്കുക കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഓവർ പുളിയുള്ള തൈര് ചേർക്കരുത്, തീരെ പുളിയില്ലാത്ത തൈരും ചേർക്കരുത് കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തൈര് വേണം നമ്മൾ ഈ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാൻ. ഓവർ പുളിയുള്ള തൈര് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു കറിക്ക് വല്ലാതെ പുളിയായി പോവും. തീരെ പുളിയില്ലെങ്കിലും അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് പുളിയുള്ള തൈര് എടുക്കുക. ഓവർ പുളിയാവാതെയും തീരെ പുളിയില്ലാതെയുള്ള രീതിയിലുള്ള തൈരുണ്ടല്ലോ, അപ്പോൾ ആ രീതിയിൽ തൈര് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്തതിന് ശേഷം തൈര് തിളപ്പിക്കാൻ പാടില്ല, പിരിയുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇതായിരിക്കണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ ലൂസാക്കരുത്, ഓവറായിട്ട് തിക്കാക്കിയും വെക്കരുത് കേട്ടോ.
നല്ല ടേസ്റ്റാണ്. ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. കാരണം നമ്മൾ തൈര് ചേർത്ത് കഴിയുമ്പോൾ അതങ്ങ് ഒരുപാട് വെള്ളം പോലെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരപ്പരച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ തേങ്ങയുടെ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് അതൊന്ന് തിക്കായിട്ട് വരും. തിക്കായിട്ട് വരുന്ന സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ. കടുക് നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പീസായിട്ട് നല്ല പോലെ എത്രത്തോളം ചതയ്ക്കാവോ അത്രത്തോളം ചതയ്ക്കുക കേട്ടോ. അല്ലാതെ കടുകായിട്ട് ഇട്ട് കൊടുക്കരുത്. ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. ചിലർക്കൊരു ഡൗട്ടുണ്ട്, നമ്മുടെ ഈ കടുക് ചേർത്ത് കഴിഞ്ഞാൽ കയ്പ്പ് രസം വരുമെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. കടുക് ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കയ്പ്പ് രസം വരത്തില്ല. അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ഈ കടുക് നമ്മുടെ തേങ്ങയുടെ കൂടെ ചേർത്ത് വേണമെങ്കിൽ അരച്ചെടുക്കാം. 1-2 നുള്ള് കടുക് തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ച് ചേർത്താലും മതി. അതല്ല ചതച്ച കടുക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൽ കിടന്ന് അത് വേവുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ ഒരിക്കലും ഒരു കയ്പ്പ് രസം വരത്തില്ല. കടുക് അങ്ങനെ ചേർത്ത് കറി ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. തേങ്ങയിൽ ചേർത്ത് അരച്ച് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഞാൻ ചില സമയത്ത് തേങ്ങയിൽ ചേർത്ത് അരയ്ക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പപ്പായയാണ്, അതുപോലെ തന്നെ നമ്മുടെ തൈരുമാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണ്. ഒരുപാട് നമ്മൾ മസാലപ്പൊടികളോ ഒരുപാട് ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന സിമ്പിൾ റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞ പോലെ പപ്പായ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെല്ലാം ഒന്ന് കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല നിങ്ങൾക്ക്. അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ അത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പപ്പായ റെസിപ്പീസ് ആണെങ്കിൽ ആ ഒരു പപ്പായ റെസിപ്പീസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഇതുവരെ നമ്മൾ പപ്പായ കൊണ്ടിട്ടിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഇപ്പോൾ തക്കാളി റെസിപ്പീസ് ആണെങ്കിൽ ടൊമാറ്റോ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. തക്കാളി വെച്ചിട്ടിട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും ലിങ്ക് ആ ഒരു പ്ലേലിസ്റ്റിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് റെസിപ്പിയാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ നല്ല റെസിപ്പീസൊക്കെ അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ റെസിപ്പി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.